ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു സാലം ലേണിംഗ്. അനിറ്റ മിസ് ആണ്. അപ്പോൾ ഇന്ന് മിസ് വന്നിരിക്കുന്നത് നമ്മുടെ 8ാമത്തെ ചാപ്റ്ററായ തിങ്കളും താരങ്ങളും മൂൺ ആൻഡ് സ്റ്റാർ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിലെ ഒരു പ്രധാനപ്പെട്ട ഒരു പോർഷൻ പറഞ്ഞു തരാൻ വേണ്ടിയാണ് കേട്ടോ. നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്, നമ്മുടെ ഹെവൻലി ബോഡീസ്, ആകാശഗോളങ്ങളെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ് ഇത്. എന്താണ് സൺസെറ്റ്, എന്താണ് സൺറൈസ്, എങ്ങനെയാണ് ഡേ ആൻഡ് നൈറ്റ് ഉണ്ടാവുന്നത്, പിന്നെ നക്ഷത്ര ഗണങ്ങൾ, പിന്നെ നമ്മുടെ മൂണിനെ പറ്റിയുള്ള കുറേ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്താണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വരാൻ പോകുന്ന ഈ ഒരു സമയത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട കുറച്ച് മൂണിനെ പറ്റിയുള്ള പോയിന്റുകളാണ്. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് തന്നെ നോക്കാം. മൂണ്, നിങ്ങൾ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ നിങ്ങൾ ആകാശത്തേക്ക് നോക്കുന്ന സമയം നമുക്ക് എല്ലാ ദിവസവും മൂണിനെ കാണാൻ വേണ്ടി സാധിക്കില്ല. ചില ദിവസങ്ങളിൽ എന്താണ്, നമുക്ക് മൂണിനെ നല്ല വെള്ള കളറില് നല്ല അമ്പിളിയമ്മാവനെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ചില ദിവസമാണെങ്കിൽ നമുക്ക് മൂണിനെ ഒട്ടും കാണാൻ പറ്റാത്ത ചില ദിവസങ്ങളുണ്ടാവും. അതുപോലെ തന്നെ അതിന്റെ സൈസിലും അതിന്റെ ആ ഒരു സ്ഥാനവും ഒക്കെ എന്താണ് ഇങ്ങനെ വേരി ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പൊ എന്തുകൊണ്ടായിരിക്കും നമ്മുടെ മൂണിന്റെ പൊസിഷനും മൂണിന്റെ സൈസും ഇങ്ങനെ വേരി ചെയ്യുന്നത് എന്നൊന്ന് നമുക്ക് നോക്കാം. അപ്പൊ അതിനുവേണ്ടി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന കുറച്ച് 3 സിറ്റുവേഷൻ ഇവിടെ നോക്കിക്കേ. ഇവിടെ ഇതാണ്ട് നിങ്ങൾക്ക് ഒരു കുട്ടി ഇവിടെ ഇരിപ്പുണ്ട്. അതായത് കുട്ടി എവിടെയാണ് നിൽക്കുന്നത്, എർത്തിലാണല്ലേ. അപ്പൊ കുട്ടി ഓരോ സന്ദർഭങ്ങളിൽ ഇവിടെ മിസ് എ ബി സി എന്ന് 3 സിറ്റുവേഷൻ ഇവിടെ കാണിച്ചു തരാം. അതിൽ ഓരോ സിറ്റുവേഷനിലും ആ കുട്ടി കാണുന്ന നമ്മുടെ മൂണിന്റെ പൊസിഷൻ എങ്ങനെയാണ്. യെസ്, ഫസ്റ്റ് സിറ്റുവേഷൻ എ എന്ന് പറയുന്ന സിറ്റുവേഷനിൽ കുട്ടി കാണുന്ന മൂണിന്റെ പൊസിഷൻ എവിടെയാണടാ? യെസ്, ടുവേഴ്സ് വെസ്റ്റ് ആണ് അല്ലേ. അപ്പം മൂണിന്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ എവിടെയാ കാണുന്നത്? വെസ്റ്റ് ഭാഗത്താണ്, അതായത് പടിഞ്ഞാറ് ഭാഗത്താണ്. ഇനി ബി എന്ന് പറയുന്നതിലോ എവിടെയാണ് മൂണിന്റെ പൊസിഷൻ എന്ന് പറയുന്നത്? ജസ്റ്റ് എബവ് ദി ഹെഡ് ആണ് അല്ലേ, തലയ്ക്ക് മുകളിലായിട്ടാണ് നമുക്ക് മൂണിന്റെ പൊസിഷൻ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതായത് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും നോർത്ത് ഡയറക്ഷനിലാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇനി അതേ സമയം തേർഡ് സിറ്റുവേഷനിൽ നോക്കിക്കേ, മൂണെന്ന് പറയുന്നത് ഇതാണ്ട് നമ്മുടെ ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കിയാൽ അറിയാം, നമ്മുടെ മൂണിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഈ പൊസിഷൻ ചേഞ്ചിന് കാരണം എന്തായിരിക്കും? ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, നമ്മുടെ മൂണെന്ന് പറയുന്നത് വെസ്റ്റ് ടു ഈസ്റ്റിലേക്ക് നമ്മുടെ എർത്തിന് ചുറ്റും ഇങ്ങനെ റിവോൾവ് ചെയ്യുന്നുണ്ട്. ശരിയാണ്. അപ്പൊ എർത്തിന് ചുറ്റും നമ്മുടെ മൂൺ ഇങ്ങനെ പരിക്രമണം ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഓരോ ദിവസവും ഈ പറയുന്ന മൂണിനെ പല പല സ്ഥലങ്ങളിലായിട്ട് കാണുന്നത്. എത്ര ദിവസം എടുക്കും എന്നറിയാവോ ഈ മൂണിന് ഒരു തവണ നമ്മുടെ എർത്തിന് ചുറ്റും ഇങ്ങനെ പരിക്രമണം പൂർത്തിയാക്കാൻ വേണ്ടി? അറൌണ്ട് 27 1/3 ഡേയ്സ് എടുക്കും കേട്ടോ. അപ്പൊ എന്തുകൊണ്ടാണ് മൂണിന്റെ പൊസിഷൻ ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ മക്കൾ പറയുക, ഇറ്റ് ഈസ് ദ റെവല്യൂഷൻ ഓഫ് ദി മൂൺ അറൌണ്ട് ദി എർത്ത്. എർത്തിന് ചുറ്റും നമ്മുടെ മൂണ് ഇങ്ങനെ റിവോൾവ് ചെയ്യുന്നത് മൂലമാണ് ഇങ്ങനെ സ്ഥാനം മാറിയിരിക്കുന്നത്. ഇനി അതേ സന്ദർഭത്തിൽ തന്നെ നിങ്ങൾ ഇവിടെ നോക്കിക്കുകയും, ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഓരോ തവണയും നമ്മുടെ മൂണിന്റെ ഷേപ്പ് എങ്ങനെയാണ്, ഡിഫറെന്റ് ആണ്. ആദ്യത്തെ സിറ്റുവേഷന് നമുക്ക് ഇതാണ്ടേ മൂണിനെ ഇതാണ്ടേ ഒരു തേങ്ങാപ്പൂള് പോലെയാണ് കാണാൻ സാധിച്ചത്. ഇനി രണ്ടാമത്തെ സന്ദർഭങ്ങളിൽ എന്താണ്, നമുക്ക് മൂണിനെ നേർ പകുതിയായിട്ടാണ് കാണാൻ വേണ്ടി സാധിച്ചത്, ഒരു അർദ്ധവൃത്താകൃതിയാണ്. ഇനി ഏറ്റവും സി എന്ന് പറയുന്ന ഓപ്ഷനിൽ നമുക്ക് മൂൺ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി എന്താണ്, നമുക്ക് മൂണിനെ നല്ല ആ ഒരു വെള്ള നിറത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്, നമ്മുടെ ആ ഒരു പൊസിഷൻ മാറുന്നതിനനുസരിച്ച് തന്നെ നമ്മുടെ മൂണിന്റെ സൈസിനും എന്താണ് വേരി ചെയ്യുന്നുണ്ട്. അപ്പൊ ആദ്യം മക്കൾ ഇവിടെ ഓർത്തിരിക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത്, ദ പൊസിഷൻ ഓഫ് ദി മൂൺ അപ്പിയർ ടു ബി ചേഞ്ച് ബിക്കോസ് ഓഫ് ദി റെവല്യൂഷൻ ഓഫ് മൂൺ അറൌണ്ട് ദി എർത്ത്. അതായത് ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുന്നത് കൊണ്ടാണ് ഓരോ ദിവസവും ചന്ദ്രന്റെ സ്ഥാനം മാറി മാറി വരുന്നത്. പിന്നെ നമ്മൾ നോക്കേണ്ടത് എത്ര ദിവസം എടുത്തിട്ടാണ് പരിക്രമണം ചെയ്യുന്നത്. എത്ര ദിവസം എടുത്തിട്ടാണ്? മൂൺ കംപ്ലീറ്റ് 1 revolution around the earth in 27 1/3 days. അതായത് 27 1/3 ദിവസം കൊണ്ടാണ് ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും ഒരു പരിക്രമണം പൂർത്തിയാക്കുന്നത്. ഇപ്പൊ ഒരു ഐഡിയ കിട്ടിയല്ലോ. നമുക്കറിയുന്ന കാര്യമാണ്, നമ്മുടെ മൂൺ എന്ന് പറയുന്നത് നമ്മുടെ എർത്തിന്റെ നാച്ചുറൽ സാറ്റലൈറ്റ് ആണല്ലേ. സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പ്ലാനറ്റ്സിന് ചുറ്റും ഒരു ഡെഫിനിറ്റ് പാത്തിൽ റിവോൾവ് ചെയ്യുന്ന ഹെവിലി ബോഡീസ്. ഗ്രഹങ്ങൾക്ക് ചുറ്റും ഒരു നിശ്ചിത പാതയിലൂടെ റിവോൾവ് ചെയ്യുന്ന ആകാശഗോളങ്ങളെയാണ് നമ്മൾ സാറ്റലൈറ്റ്സ് അല്ലെങ്കിൽ ഉപഗ്രഹം എന്ന് പറയുന്നത്. നമ്മുടെ എർത്തിന് ചുറ്റും നമ്മുടെ മൂൺ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? റിവോൾവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മൂൺ എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ സാറ്റലൈറ്റ് ഓഫ് എർത്ത് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇനി അടുത്ത ചോദ്യം ഇതായിരുന്നു. അപ്പം പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നതിന്റെ റീസൺ കിട്ടിയില്ലേ. ഇനി നമുക്ക് എന്തുകൊണ്ടാണ് സൈസ് വേരി ചെയ്യുന്നത് നോക്കണം. അപ്പൊ അത് പറയാൻ വേണ്ടി മക്കൾ ഇവിടെ ഒന്ന് നോക്കിക്കേ. നമുക്കറിയാം, നമ്മുടെ മൂണിനായിക്കൊള്ളട്ടെ എർത്തിനായിക്കൊള്ളട്ടെ എല്ലാവർക്കും ലൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ സണ്ണാണ്, സൂര്യനാണ്. അപ്പൊ സൂര്യനെ കാണിക്കാൻ വേണ്ടി ഇവിടെ എന്താണ്ട് നമ്മളൊരു
നമ്മുടെ എമർജൻസി ലാമ്പിൽ നിന്നും ഇതാണ്ട് ലൈറ്റ് വരുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു, ഒന്ന് അറേഞ്ച് ചെയ്തു. അപ്പോൾ ഇത് എന്തിനെ ഡിനോട്ട് ചെയ്യുന്നുണ്ട്, നമ്മുടെ സണ്ണിനെയാണ് ഡിനോട്ട് ചെയ്യുന്നതെന്ന് കൂട്ടുകാർ ഓർത്തിരിക്കുക. ഇനി എന്താ ചെയ്യേണ്ടത്, ഈ കുട്ടി എന്ന് പറയുന്നത്, ഈ കുട്ടിയാണ് നമ്മുടെ എർത്ത് കേട്ടോ. ഈ കുട്ടി എന്ന് പറയുന്നതാണ് നമ്മുടെ എർത്ത്. അതായത് നമ്മളിപ്പം ഇവിടെ നിൽക്കുകയാണ്, നമ്മൾ എവിടെയാണോ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരു റൂം നമ്മൾ സെറ്റ് ചെയ്തിട്ട് ആ റൂമിൻ്റെ ഒത്ത നടുക്ക് നമ്മൾ നിൽക്കുക, അതായത് എർത്ത് ആണ് നമ്മളെന്ന് വിചാരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആ റൂമിൽ നിന്നും ഒരു അർദ്ധവൃത്താകൃതിയിൽ ഒരു വര വരയ്ക്കുക കേട്ടോ. അർദ്ധവൃത്താകൃതിയിൽ എന്ത് ചെയ്യുക, ഒരു വര വരയ്ക്കുക. എന്നിട്ട് ആ വരയിൽ ഈക്വൽ ഡിസ്റ്റൻസിൽ നിങ്ങൾ ഇതുപോലെ 5 കസേരകൾ അറേഞ്ച് ചെയ്യുക. കസേരയോ സ്റ്റൂളോ എന്താണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പം ഇതാണ്ട് 5 സ്റ്റൂൾ ഇതാ അറേഞ്ച് ചെയ്തു. ഈ 5 സ്റ്റൂളിൻ്റെ മുകളിലും ഇവിടെ കൊടുത്തിരിക്കുന്നത് പോലെ തന്നെ ഒരു പാത്രം വെച്ചിട്ട് ഒരു ബോൾ എന്ത് ചെയ്യുക, ഒരു മഞ്ഞ കളറിലുള്ള നമുക്കിങ്ങനെ കടയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും, ആ ബോൾ ഇങ്ങനെ സെറ്റ് ചെയ്യാം. ആ ബോളിൽ നിങ്ങൾ ഒരു ചിരിക്കുന്ന സ്മൈലി വരയ്ക്കണം. ആ ചിരിക്കുന്ന സ്മൈലി എപ്പോഴും ആർക്ക് നേരെ ആയിരിക്കണം, ഈ നടുക്കിരിക്കുന്ന കുട്ടിക്ക് നേരെ ആയിരിക്കണം ആ ചിരിക്കുന്ന സ്മൈലി എപ്പോഴും പ്ലേസ് ചെയ്യേണ്ടത്. അത്രയും നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ഇതുപോലെ എന്ത് ചെയ്യുക, ഒരു സെറ്റപ്പ് ക്രിയേറ്റ് ചെയ്യാം. ഇനി നമുക്ക് അറിയുന്ന കാര്യമാണ്, നമ്മുടെ ലൈറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഇതാണ്ട് ലൈറ്റ് വന്നിട്ട് ഇവിടെയുള്ള എല്ലാ ബോളിലും, ഇവിടെ ബോളിന് ഓരോന്നിനും നമ്പർ കൊടുത്തിട്ടുണ്ട്, 1 2 3 4 5 എന്ന് പറഞ്ഞിട്ട് 5 ബോളിന് നമ്മൾ പേരൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ 5 ബോളിനും ലൈറ്റ് കിട്ടത്തക്ക രീതിയിൽ നമ്മൾ വേണം ഈ ഒരു നമ്മുടെ എമർജൻസി ലാമ്പിനെ സെറ്റ് ചെയ്യാൻ വേണ്ടി. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ആദ്യത്തെ ബോൾ നമുക്ക് എടുക്കാം. ഫസ്റ്റത്തെ ബോളിൽ ഇതാ ഈ സൈഡിലാണ് എന്ത് വരുന്നത്, ലൈറ്റ് വന്ന് തട്ടുന്നത്. അതായത് ഈ ഭാഗം എന്ന് പറയുന്നത് എന്തായിരിക്കും, ലൈറ്റ് ഉള്ളതായിരിക്കും, പ്രകാശമുള്ള ഭാഗമായിരിക്കും. പക്ഷെ ഈ ഒരു ഭാഗത്ത് എന്താണ്, നമുക്കിവിടെ ലൈറ്റ് കിട്ടില്ല. അതായത് ആ ഒരു കുട്ടിക്ക് അഭിമുഖമായിട്ട് നിൽക്കുന്ന ഭാഗത്ത് എന്താണ്, ഇരുട്ടായിരിക്കും. അതിന്റെ ഫലമായിട്ട് നമുക്കിവിടെ മൂണിനെ കാണാൻ വേണ്ടി സാധിക്കില്ല. അതായത് ഇവിടെ ബോൾ എന്ന് പറയുന്നതാണ് നമ്മൾ മൂണായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഒന്നാമത്തെ പൊസിഷനിൽ ഇതാണ്ട് ഈ പറയുന്ന പോലെ ഇവിടെയാണ്, ഈ ഒരു ഭാഗത്താണ് ലൈറ്റ് വന്ന് പതിക്കുന്നത്. മിസ് ഇതാ ഇൻഡു ഇട്ട ഭാഗത്ത് ലൈറ്റ് വന്ന് പതിക്കുന്നില്ല. ആ ലൈറ്റ് വന്ന് പ്രകാശം വന്ന് പതിക്കാത്ത ഭാഗമാണ് ഇവിടെ ഈ കുട്ടിക്ക് നേരെ അഭിമുഖമായിട്ട് വരുന്നത്. അതുകൊണ്ട് കുട്ടി നോക്കുന്ന സമയം എന്താണ്, ഇവിടെ നമുക്ക് മൂണിനെ അല്ലെങ്കിൽ ഈ ബോളിനെ കാണാൻ വേണ്ടി സാധിക്കില്ല. ഇനി രണ്ടാമത്തെ സിറ്റുവേഷനിലും ഇതുപോലെ തന്നെ ഈ സൈഡിൽ ഇതാ ലൈറ്റ് ഉണ്ട്, നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ലൈറ്റ് ഇല്ല. കുട്ടി നോക്കുന്ന സമയത്ത് എന്താണ്, ഇതാ ഇത്രയും ഭാഗം ഇതാണ്ട് ലൈറ്റ് ഉള്ളതായിട്ട് കാണുന്നു. ഇനി അതേപോലെ തന്നെ ഇവിടെയും എന്താണ്, ഇതാണ്ട് ഈ ഭാഗത്തൊക്കെ എന്താണ് ലൈറ്റ് ഉണ്ട്. പക്ഷെ ആ ബ്ലാക്ക് കളറിൽ ഇരിക്കുന്ന ഭാഗത്ത് ലൈറ്റ്, പ്രകാശത്തിന്റെ ആ ഒരു ഭാഗം നമുക്ക് അവിടെ കാണാൻ പറ്റില്ല. അപ്പൊ കുട്ടി നോക്കുന്ന സമയം നേർ പകുതിയായിട്ടാണ് ഈ ബലൂണിനെ അല്ലെങ്കിൽ നമ്മുടെ മൂണിനെ കാണുന്നത്. ഇനി അതുപോലെ നാലാമത്തെ സിറ്റുവേഷനിലും ഇതാണ്ട് ഈ ഭാഗത്തൊക്കെ മിസ് ഇങ്ങനെ ആരോ മാർക്ക് ഇടുന്നുണ്ട്, ഈ ഭാഗത്തൊക്കെ എന്താണ് ലൈറ്റിനെ കാണാൻ പറ്റുന്നുണ്ട്. ഓപ്പോസിറ്റ് ഭാഗത്ത് ലൈറ്റ് ഇല്ല. അപ്പൊ കുട്ടി നോക്കുന്ന ഭാഗത്ത് ഇതാ ഇത്രയും ഭാഗം എന്താണടാ, ഇവിടെ പ്രകാശം വന്ന് പതിച്ച ഭാഗമാണ്, അത്രയും ഭാഗം കാണാൻ വേണ്ടി സാധിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നോക്കുന്ന സമയം ഇതാണ്ട് ഈ സൈഡിലൊക്കെ ലൈറ്റ് ഉണ്ട്, നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ലൈറ്റ് ഇല്ല. അപ്പൊ കുട്ടി നോക്കുന്ന സമയം കുട്ടിക്ക് അഭിമുഖമായിട്ടിരിക്കുന്ന അവിടെയാണ് പ്രകാശമുള്ളത്. അപ്പൊ കുട്ടി നോക്കുമ്പോൾ എന്താണ്, നല്ല മൂണിനെ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. അപ്പൊ ഇതിനെ നമ്മൾ കുറച്ചും കൂടി എർത്തിന്റെയും സണ്ണിന്റെയും മൂണിന്റെയും കേസിൽ എഴുതുമ്പോൾ നമുക്കിതാ ഇത്രയും ഒരു ഐഡിയ നമുക്ക് കിട്ടും. ഇവിടെ ഇതാണ്ട് നമ്മുടെ സണ്ണിൽ നിന്ന് വരുന്ന ലൈറ്റാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഈ കുട്ടി നിൽക്കുന്ന ഭാഗമാണ് എർത്ത് എന്ന് പറയുന്നത്. എർത്തിന് ചുറ്റും എന്താ സംഭവിക്കുന്നത്, നമ്മുടെ മൂൺ ഇങ്ങനെ റിവോൾവ് ചെയ്യുകയാണ്. ഇവിടെ ഇപ്പോൾ ഒരു അർദ്ധവൃത്തത്തിലാണല്ലേ കാണിക്കുന്നത്, നേരെ മറിച്ച് താഴേക്കും എന്താണ് ഇങ്ങനെ മൂണിന് മൂവ്മെന്റ് സംഭവിക്കും. അപ്പൊ ഇവിടെ നോക്കിയാൽ അറിയാം, ആദ്യത്തെ പൊസിഷനിൽ 1 എന്ന് പറയുന്ന പൊസിഷനിൽ ഈ ഭാഗത്താണ് പ്രകാശം വരുന്നത്, ഇവിടെ പ്രകാശമില്ല. അതായത് ഇവിടെ നോക്കുമ്പോൾ, കുട്ടി നോക്കുമ്പോൾ എന്താണ്, ഇവിടെ നമുക്ക് മൂണിനെ കാണാൻ വേണ്ടി സാധിക്കില്ല. അതായത് നോ മൂൺ, ഇവിടെ മൂണിനെ കാണാൻ വേണ്ടി സാധിക്കില്ല. അതിനെ നമ്മൾ വിളിക്കുന്നത് ഇതാണ് ന്യൂ മൂൺ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ കറുത്ത വാവ് എന്നും നമ്മൾ പറയും, അല്ലെങ്കിൽ നമ്മൾ ഇതിനെ അമാവാസി എന്നും നമ്മൾ പറയൂ കേട്ടോ. ഇനി രണ്ടാമത്തെ നോക്കുന്ന സമയത്ത് ഇതാ ഈ ഒരു ആകൃതിയിലാണ് നമുക്ക് മൂണിനെ കാണാൻ സാധിക്കുന്നത്. ഇവിടെയാണെങ്കിൽ ഇതാ നേർ പകുതിയായിട്ടാണ് നമുക്ക് മൂണിനെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെയാണെങ്കിൽ എന്താണ്, മൂണിന്റെ ഷേപ്പ് കുറച്ചും കൂടി ഒന്ന് വലുതായി. ഇവിടെ ആകുമ്പോൾ എന്താണ്, നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മൂണിനെ കാണാൻ വേണ്ടി സാധിക്കും. ഇതാണ് ഫുൾ മൂൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വെളുത്ത വാവ് എന്നും നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. വെളുത്ത വാവ്, അതായത് മൂണിനെ കംപ്ലീറ്റ് ആയിട്ട് കിട്ടുന്നുണ്ടല്ലോ, കാണാൻ വേണ്ടി പറ്റുന്നുണ്ടല്ലോ.
വെളുത്ത വാവ് അല്ലെങ്കിൽ പൗർണമി എന്നും ഇവിടെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അപ്പൊ എന്തുകൊണ്ടാണെടാ നമ്മുടെ മൂണിന്റെ ആ ഒരു സൈസ് വേരി ചെയ്യുന്നതെന്ന് മക്കൾക്ക് മനസ്സിലായല്ലോ. എന്തുകൊണ്ടാണ്? ഈ സൺലൈറ്റ് വന്ന് പതിക്കുന്ന ഭാഗം, എത്ര ഭാഗമാണോ സൺലൈറ്റ് വന്ന് പതിക്കുന്നത് ആ ഭാഗം നമ്മുടെ കണ്ണിന് അഭിമുഖമായിട്ട് വരുന്ന അത്രയും പോർഷനെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. ഇനി ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം. അപ്പൊ മിസ് പറഞ്ഞു ഈ ഭാഗം എന്ന് പറയുന്നതാണ് നമ്മുടെ ന്യൂ മൂൺ എന്ന് പറയുന്നത്. മൂണിനെ ഒട്ടും കാണാൻ പറ്റാത്ത ദിവസമാണ് ന്യൂ മൂൺ. ഇവിടാണ് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റുന്നതാണ് ഫുൾ മൂൺ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ നോക്കിക്കേടാ, ഈ ന്യൂ മൂണിൽ നിന്നും ഫുൾ മൂണിലേക്ക് വരുമ്പോഴേക്കും നമ്മുടെ മൂണിന്റെ പൊസിഷൻ അല്ലെങ്കിൽ മൂണിന്റെ ആ ഒരു സൈസ് എന്ത് ചെയ്യുന്നുണ്ട്? സൈസ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നോക്കിക്കേ, ആദ്യം ഇതാ ഒട്ടും കാണാൻ പറ്റില്ലായിരുന്നു, പിന്നെ ഇതാ കുറച്ചും കൂടി കാണാൻ പറ്റി, പിന്നെ ഇതാ നേർ പകുതി കാണാൻ പറ്റി, പിന്നെ കുറച്ചും കൂടി കാണാൻ പറ്റി, കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റി. അതേപോലെ തന്നെ നേരെ തിരിച്ച്, അതായത് ഫുൾ മൂണിൽ നിന്നും ന്യൂ മൂണിലേക്ക് വരുമ്പോഴോ അതിന്റെ സൈസ് ഇങ്ങനെ കുറഞ്ഞു വരും. നേരെ തിരിഞ്ഞു വരുമ്പോൾ എന്താണ്? ഓട്ടോമാറ്റിക്കലി ഇത് തന്നെ താഴെയും സംഭവിക്കും, സൈസ് ഇങ്ങനെ കുറഞ്ഞു വരും. അപ്പൊ ഇതിനെയൊക്കെ എന്താണ് നമ്മൾ ഓരോരോ പേര് ഉപയോഗിച്ചിട്ടാണ് വിളിക്കുന്നത്. അതും കൂട്ടുകാർ ഓർത്തിരിക്കുക. അപ്പം ഇതാണ് മിസ് ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ഇതാണ്ട് നമ്മുടെ ന്യൂ മൂണ്. യെസ്, ഇതാണ് നമ്മുടെ ന്യൂ മൂണ്, ഇതാണ് നമ്മുടെ ഫുൾ മൂണ്. ഓക്കെ, അപ്പോൾ ന്യൂ മൂണിൽ നിന്ന് ഫുൾ മൂണിലേക്ക് വരുന്ന സമയത്ത് എന്താണ്? അതിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, അത് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഫുൾ മൂണിൽ നിന്നും ന്യൂ മൂണിലേക്ക് വരുമ്പോൾ, ഫുൾ മൂണിൽ നിന്നും ന്യൂ മൂണിലേക്ക് വരുമ്പോൾ സൈസ് എന്ത് ചെയ്യുന്നുണ്ട്? ഡിക്രീസ് ചെയ്യുന്നുണ്ട്, സൈസ് ഡിക്രീസ് ചെയ്യുന്നുണ്ട്. ഇനി അതിനെ എന്താണ് നമ്മൾ വിളിക്കുന്നത് നോക്കണം. ഫ്രം ന്യൂ മൂൺ ഡേ ടു ഫുൾ മൂൺ ഡേ ലൈറ്റഡ് പോർഷൻ ഓഫ് ദി മൂൺ ബിക്കം മോർ വിസിബിൾ. അതായത് സൈസ് ഇങ്ങനെ കൂടിക്കൂടി വരുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വാക്സിങ് അല്ലെങ്കിൽ വൃദ്ധി എന്ന് നമ്മൾ വിളിക്കുന്നത്, ഓർത്തിരിക്കാം. ഇനി നേരെ ഓപ്പോസിറ്റ് സംഭവിക്കുമ്പോൾ, അതായത് ഫുൾ മൂൺ ഡേ തൊട്ടിട്ട് ന്യൂ മൂൺ ഡേ വരുന്ന സമയത്ത് ദർ ഈസ് എ ഡിക്രീസ് ഇൻ ദി വിസിബിലിറ്റി ഓഫ് ദി ലൈറ്റണിങ് ഏരിയ. അതിനെ എന്താ നമ്മൾ വിളിക്കുന്നത്? ക്ഷയിച്ചു പോവുകയാണ്, ലൈറ്റിന്റെ ആ ഒരു വിസിബിലിറ്റി കുറഞ്ഞു പോവുകയാണ്. അതിനെയാണ് നമ്മൾ വാണിംഗ് അല്ലെങ്കിൽ ക്ഷയം എന്ന് വിളിക്കുന്നത്. അപ്പം മൂണിന്റെ ആ ഒരു പൊസിഷൻ ചേഞ്ച് എങ്ങനെയാണ്, സൈസ് ചേഞ്ച് എങ്ങനെയാണ്, അതിനൊക്കെ ഓരോ പറയുന്ന പേരെന്താണ്? ന്യൂ മൂൺ എന്താണ്, ഫുൾ മൂൺ എന്താണ്, കറുത്തവാവ്, വെളുത്തവാവ്, അമാവാസി, പൗർണമി എന്നൊക്കെ എന്താണ് നമ്മൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്നത്തെ ഈ ഒരു ക്ലാസ് എന്താണ് എല്ലാവർക്കും ഓക്കെ ആണ് എന്ന് വിശ്വസിക്കുന്നു, എല്ലാവർക്കും എളുപ്പമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലെ തന്നെ ഈ ചാപ്റ്ററും അതുപോലെ തന്നെ ഇനി വരാനിരിക്കുന്ന ചാപ്റ്ററിലെ വീഡിയോസും കുട്ടി ക്ലാസ്സസ് ഒക്കെ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ.